സംസ്ഥാനത്ത് 3 ഇടങ്ങളിൽ നിന്നാണ് ഇന്ന് തേനീച്ച കുത്തേറ്റ ആളുകൾക്ക് പരിക്കേറ്റുവെന്ന വാർത്ത വന്നത്. നമ്മൾ ആ വാർത്തയിലേക്കാണ് വിശദമായി ഇനി പോകുന്നത്. പത്തനംതിട്ട കൊക്കാത്തോട് 3 പേർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത്. 3 പേരെയും കോന്നി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ചില പ്രതികരണങ്ങളിലേക്ക്. ഫയർ ഗ്യാങ് ഉണ്ട്, VSSന്റെ അല്ലെങ്കിൽ VSS ആണ്. കാട്ടുതീ നോക്കുന്നതിന് വേണ്ടി 3 പേരെ പറഞ്ഞു വിട്ടു. ചെല്ലുന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കണമെന്ന് പറഞ്ഞു. അവർ നമ്മളെ വിളിച്ചിരുന്നു. അതിനുശേഷം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ 2-3 പേരെ ഹോസ്പിറ്റലിൽ എത്തിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ഫോറസ്റ്റുകാരോട് വിവരം അറിയിച്ചിട്ട് ഞാൻ നമ്മുടെ കോന്നി ഗവൺമെൻറ് ആശുപത്രി എത്തി. കോന്നി ഗവൺമെൻറ് ആശുപത്രി എത്തിയപ്പോൾ അവിടുന്ന് മെഡിക്കൽ കോളേജിലോട്ട് മാറ്റിയെന്ന് പറഞ്ഞു. 2 പേർക്ക് വലിയ കുഴപ്പമില്ല. പിന്നെ ശോഭന ചേച്ചിക്ക് ശകലം ഇച്ചിരി പ്രശ്നമുണ്ട്. നല്ലപോലെ കുത്തേറ്റിട്ടുണ്ട്. അവരിപ്പോൾ അങ്ങനെ കിടക്കുന്നുണ്ട്. ഡോക്ടർമാരുടെ വലിയ കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നത്. ഇനി എന്താണെന്ന് അറിയില്ല. ഇനി ഡോക്ടറുടെ വിശദീകരണം കിട്ടും. ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. കോട്ടയം പാല മാനത്തൂരിൽ ഒരു കുടുംബത്തിലെ 4 പേർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നതാണ് വാർത്ത. മറ്റൊരു വാർത്ത വന്നത് തൃശൂർ എരുമപ്പെട്ടിയിൽ നിന്നാണ്. തേനീച്ചകളുടെ ആക്രമണത്തിൽ ഭിന്നശേഷിക്കാരനായ യുവാവ് ഉൾപ്പെടെ 4 പേർക്കാണ് പരിക്കേറ്റത്. നമ്മുടെ പ്രതിനിധികൾ തത്സമയമുണ്ട്. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന്, ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്, ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശൂരിൽ നിന്ന്. ആദ്യം ഷിജോ കുര്യനിലേക്കാണ്. ഷിജോ, ഇതിൽ പരുക്ക് കാര്യമായി അത് ഗുരുതരമല്ല എന്ന തരത്തിലാണ് ഇപ്പോൾ വന്ന പ്രതികരണം. ഇവിടെ എന്താണ് സംഭവിച്ചതെന്നാണ്? ഒരു ദിവസം തന്നെയാണ് 3 ഇടത്ത് നിന്ന് തേനീച്ച ആക്രമണത്തിന്റെ വാർത്ത വരുന്നത്. അനുജ, പത്തനംതിട്ട കോന്നി കൊക്കാത്തോട് അള്ളുങ്കലിലാണ് തേനീച്ചയുടെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റത്. ഈ പരിക്കേറ്റ ആരുടെയും നില ഗുരുതരമല്ല. പക്ഷെ തേനീച്ചയുടെ കുത്താണ്. അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. ആദ്യം ഈ പരിക്കേറ്റ 3 ആളുകളെയും കോന്നി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പിന്നീട് അവിടുന്ന് 3 പേരെയും കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അള്ളുങ്കൽ സ്വദേശികളായ 70 വയസ്സുകാരൻ ജോസഫ്, 60 വയസ്സുള്ള വിജയൻപിള്ള, 58 വയസ്സുകാരിയായ ശോഭന, ഈ 3 പേർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത്. ഈ വനംവകുപ്പിന്റെ താൽക്കാലിക വാച്ചർമാരാണ് 3 പേരും. അള്ളുങ്കൽ VSSന് കീഴിൽ ഈ കാട്ടുതീയൊക്കെ പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലകളിൽ ഈ അടുത്തിടെയായിട്ട് വ്യാപകമായിട്ട് പടർന്നു പിടിക്കുന്നുണ്ട്. അപ്പൊ ഈ കാട്ടുതീ പടർന്നു പിടിക്കുന്നത് തടയുന്നതിന് മുന്നോടിയായിട്ട് ഈ ഫയർ ബ്രേക്ക് ചെയ്യുന്നതിനിടയിൽ പുക ഉയർന്നപ്പോൾ ഈ തേനീച്ച ഇളകി ഇവർക്ക് നേർക്ക് കുത്തുകയായിരുന്നു എന്നുള്ള നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ പരിക്ക് അത്ര ഗുരുതരമുള്ളതല്ല. പക്ഷേ തേനീച്ചയുടെ കുത്തായതുകൊണ്ട് ആശുപത്രിയിൽ 3 പേരും ചികിത്സ തേടിയിട്ടുണ്ട്. പ്രാഥമിക ചികിത്സ നൽകിയ ആർക്കും തന്നെ മറ്റ് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ള വിവരമാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. അനുജ, ാണ് ഈ സംഭവം. ഇനി കോട്ടയം ജില്ലയിൽ പാലായിലാണ് തേനീച്ച കുത്തേറ്റത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, ഇതിൽ ഒരാളുടെ പരുക്ക് ഗുരുതരമാണ് എന്നതാണ്. ഒരു കുടുംബത്തിലെ ആളുകളെയാണോ തേനീച്ച കുത്തിയത്? തീർച്ചയായിട്ടും ഒരു കുടുംബത്തിലെ 4 പേരെയാണ് തേനീച്ച കുത്തിയത്. പാല കടനാട് 1-ാം വാർഡിലുള്ള മാനത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തെ വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ പാമ്പനാൽ എന്ന് പറയുന്ന വീട്ടിലെ ചാക്കോ എന്ന് പറയുന്ന ആൾക്ക് 80 വയസ്സുണ്ട്. ഇദ്ദേഹത്തെയാണ് ആദ്യമേ തേനീച്ച കുത്തിയത്. പിന്നെ തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ മേരിയെയും അതുപോലെ തന്നെ മകളായിട്ടുള്ള മായയെയും തേനീച്ച ആക്രമിച്ചു. പിന്നാലെ മായയുടെ മകൾ 1 വയസ്സുള്ള ഇതളിനെയും തേനീച്ച കുത്തി. എന്തായാലും ഈ ഗ്രഹനാഥനായിട്ടുള്ള ചാക്കോയ്ക്കാണ് അല്പം സാരമായ പരിക്കേറ്റിരിക്കുന്നത്. ഇദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള 3 പേരും പാലാ ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ഒരു കുടുംബത്തിലെ 4 പേർക്ക്, അതിൽ ഒരാളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക്, മറ്റുള്ളവർ പാലാ ജനറൽ ആശുപത്രിയിൽ. ഒരാളുടെ പരുക്കാണ് ഗുരുതരം എന്ന് ടോബി ജോൺസൺ റിപ്പോർട്ട് ചെയ്തു. ഇനി നമ്മൾ തൃശ്ശൂരിലേക്ക് പോകുന്നു. എരുമപ്പെട്ടിയിലാണ് തേനീച്ച ആക്രമണമുണ്ടായത്. ശ്രീജിത്ത്, അവിടെ നിന്നുള്ള വിവരങ്ങൾ. എരുമപ്പെട്ടിയിലെ ഒരു കോറിക്ക് സമീപത്തെ വീടിലാണ് ഇത്തരത്തിൽ തേനീച്ച വന്ന് രാവിലെ മാരകമായ ആക്രമണം നടത്തിയത്. മാങ്ങാട് സ്വദേശികളായ ഹരിദാസൻ, പിതാവ് കുട്ടൻ, സഹോദരങ്ങളായ പ്രിൻസി, ബിജു എന്നിവർക്കാണ് കുത്തേറ്റിരിക്കുന്നത്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കാര്യമായ രീതിയിൽ ഇവർക്ക് കുത്തേറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ മറ്റു തരത്തിൽ ഗുരുതരമായ പരിക്കുകളില്ല. പക്ഷെ തേനീച്ചയുടെ കുത്താണ്. നേരത്തെ ടോബി സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന്റേതായ അസ്വസ്ഥതകൾ അവർക്ക് ഉണ്ട്. അവരെപ്പോഴും ആശുപത്രിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കരിങ്കൽ കോറയിൽ നിന്നാണ് തേനീച്ചകൾ എത്തിയത്. ഏതെങ്കിലും സ്ഥലത്ത് തീയിട്ടപ്പോൾ ആ തീയിൽ നിന്ന് കണ്ട് മറ്റിടങ്ങളിലേക്ക് എത്തിയതാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഈ പ്രദേശത്ത് തേനീച്ചകൾ വ്യാപകമാണെന്ന് പറയപ്പെടുന്നു. 4 പേർ ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. ആരുടെയും പരുക്ക് തേനീച്ച കുത്തൽ ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.